ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ നെല്ലിക്ക നമുക്ക് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നല്ലവണ്ണം കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്ത നെല്ലിക്ക നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ടിട്ടോ നമുക്കിത് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാം. ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാം. എല്ലാ നെല്ലിക്കയും ഇതേപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പോളം കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കാം. കാന്താരിമുളകും ഇവിടെ നല്ലവണ്ണം തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 1.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിലിട്ടതൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഉപ്പ് അല്പം ഒന്ന് മുന്തി നിൽക്കണം. എന്നാലേ നെല്ലിക്കയിലേക്ക് ഉപ്പ് നല്ലവണ്ണം ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി ഈ വെള്ളം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കണം. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം മാത്രം നേരിയൊരു ചൂട് മാത്രം മതി വെള്ളത്തിന്. നേരിയൊരു ചൂടോട് കൂടിയ വെള്ളം നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്കയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കാന്താരിമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരിമുളകിന് പകരം പച്ചമുളകാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരിമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നെല്ലിക്കയിൽ നല്ലവണ്ണം ഉപ്പും കാന്താരിമുളകിൻ്റെ എരിവും ഒക്കെ നല്ലവണ്ണം പിടിച്ചു വന്നിട്ടുണ്ടാവും. ഉപ്പിലിട്ട് നെല്ലിക്ക കൊണ്ടിട്ട് ചമ്മന്തി അരച്ച് കഴിക്കാനും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉപ്പിലിട്ടിട്ട് വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.